മലയാള സിനിമാ ലോകത്തെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ഒരു ദുഃഖവാർത്ത കൂടി പുറത്തു വരികയാണ്. തങ്ങളുടെ പ്രിയ താരത്തെ ഇനി വെള്ളിത്തിരയിൽ കാണാൻ കഴിയില്ല എന്ന സങ്കടത്തിലാണ് ആരാധകർ. 50ഓളം സിനിമകളിൽ തൻ്റെ നിഷ്കളങ്കമായ അഭിനയം കൊണ്ട് നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഹരിമുരളി വിടവാങ്ങിയിരിക്കുന്നു. പുലർച്ചെ 7 മണിയോടെയാണ് കണ്ണൂർ പയ്യന്നൂരിലെ വീട്ടിൽ ഹരിമുരളിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. പതിവായി നേരത്തെ എഴുന്നേൽക്കുന്ന ഹരി സമയം വൈകിയിട്ടും മുറിയിൽ നിന്ന് പുറത്തു വരാത്തതുകൊണ്ട് വീട്ടുകാർ അന്വേഷിച്ചു ചെല്ലുകയായിരുന്നു. പലതവണ വിളിച്ചിട്ടും പ്രതികരണം ഇല്ലാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് ശരീരത്തിൽ ചലനം ഇല്ലെന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. ഉടൻ തന്നെ പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹരി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. സിനിമയെയും നാടകത്തെയും നെഞ്ചേറ്റിയ ഒരു കുടുംബത്തിൽ നിന്നാണ് ഹരിയുടെ സിനിമാ പ്രവേശനം. ലാൽ ജോസിൻ്റെ രസികൻ എന്ന ചിത്രത്തിലെ കുസൃതിക്കാരനായ ബാലതാരത്തെ ആർക്കും അധികം മറക്കാൻ കഴിയില്ല. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ വൻപൻ താരങ്ങളുടെ സിനിമകളിൽ സുപ്രധാനമായ ബാലവേഷങ്ങൾ ഹരിയെ തേടിയെത്തി. ഏകദേശം 50ഓളം സിനിമകളിൽ താരം വേഷമിട്ടു. എന്നാൽ വെറും ഒരു അഭിനേതാവിൽ ഹരി ഒതുങ്ങി നിന്നില്ല. വിദേശത്തും കൊച്ചിയിലുമായി VFX മേഖലയിൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. സിനിമാ സെറ്റുകളിൽ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ഈ ചെറുപ്പക്കാരൻ. അഭിനയത്തിന് പുറമെ കഥാകൃത്തായും സംവിധാന സഹായിയായും ഹരി തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി പ്രമുഖരാണ് എത്തിയത്. മലയാള സിനിമയിൽ ഇനിയും ഒട്ടേറെ വിസ്മയങ്ങൾ തീർക്കേണ്ടിയിരുന്ന ഒരു കലാകാരനെയാണ് പാതിവഴിയിൽ നമുക്ക് നഷ്ടമായത്. ഹരിമുരളി ബാക്കി വെച്ചുപോയ ആ കഥാപാത്രങ്ങൾ എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക.